തന്റെ സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാൻ ചിറകുവിടർത്തി ഒരു 19 വയസ്സുകാരി. അതിന്റെ ആദ്യഘട്ടം കടന്ന് നാടിന് അഭിമാനമായി മറിയം ജുമാന. മലപ്പുറം പുൽപ്പറ്റ സ്വദേശിനിയായ മറിയം ജുമാന തന്റെ 19-ാം വയസ്സിൽ 7 മണിക്കൂർ വിമാനം പറത്തി സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് പറക്കുകയാണ്. നമസ്കാരം. നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. 19-ാമത്തെ വയസ്സിൽ 7 മണിക്കൂർ എയ്റോപ്ലെയിൻ ഓടിച്ച് നമ്മുടെ നാടിന് തന്നെ അഭിമാനമായി മാറിയ മറിയം ജുമാന. 19-ാം വയസ്സിൽ ആകാശവിസ്മയം തീർത്ത് തന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വിടർത്തി നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് മലപ്പുറം പുൽപ്പറ്റ സ്വദേശി മറിയം ജുമാന. മഹാരാഷ്ട്രയിലെ ജലഗോണിൽ വെച്ചാണ് മറിയം ജുമാന പഠനത്തിന്റെ ഭാഗമായി 7 മണിക്കൂർ നീണ്ട പരീക്ഷണ പറക്കൽ നടത്തി ശ്രദ്ധേയമായത്. പുൽപ്പറ്റ പഞ്ചായത്തിലെ വാലഞ്ചേരിക്കുന്ന് പുത്തൻപുര വീട്ടിൽ ഉമ്മർ ഫൈസി ഉമൈ ഭാനു ദമ്പതികളിലെ 4ാമത്തെ കുട്ടിയായ മറിയം ജുമാന ഡൽഹിയിലെ ഫ്ലൈ ഓല ഏവിയേഷൻ അക്കാദമിയിലാണ് പഠിക്കുന്നത്. SSLCയും +2-നും ഉന്നത വിജയം കരസ്ഥമാക്കിയ ജുമാന കുടുംബത്തിന്റെ ശക്തമായ പിന്തുണയാലാണ് തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി പൈലറ്റ് പരിശീലനത്തിൽ എത്തിയത്. ഭയങ്കര സന്തോഷം. 7 മണിക്കൂർ കണ്ടിന്യൂസ് ഓടിക്കായിരുന്നു. അല്ല, 7 മണിക്കൂർ നമ്മൾക്ക് ഒരു ഫ്ലൈങ് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 40 മിനിറ്റ്സ്, ചിലപ്പോൾ 1 അവർ അങ്ങനെ കിട്ടും. എന്നത് കോഴ്സൊക്കെ തുടങ്ങിയത്? കോഴ്സ് തുടങ്ങിയത് ഞാൻ +2 കഴിഞ്ഞിട്ട് നേരെ തിയറി ക്ലാസ്സിന് ജോയിൻ ചെയ്തു. 6 മാസത്തെ കോഴ്സായിരുന്നു. അപ്പം അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എക്സാംസ് ക്ലിയർ ചെയ്തു. ഇനിയിപ്പം ഒരു എക്സാമും കൂടെ ബാക്കിയുണ്ട്, RTR. പിന്നെ അത് നമുക്ക് ഫ്ലൈങ്ങിൻ്റെ കൂടെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം ഇപ്പം ഫ്ലൈയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എങ്ങനെയാ പാരൻസൊക്കെ നല്ല സപ്പോർട്ട്? പാരൻസ് നല്ല സപ്പോർട്ടീവാണ്. പിന്നെ ഇതിന് അതെ, അവർ സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. ഇങ്ങനെ ചെറുപ്പം മുതലേ ഇതായിരുന്നു ആഗ്രഹം? അല്ല, ചെറുപ്പം മുതൽ ടീച്ചർ ആവണം അങ്ങനത്തെ ഒരു ആഗ്രഹമായിരുന്നു, എഞ്ചിനീയർ ആവണം എന്നൊക്കെ. പിന്നെ നമുക്ക് വലിപ്പം വയസ്സ് കൂടുന്തോറും നമ്മൾ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ 10th എത്തിയപ്പോഴാണ് ഈ ഒരു ആഗ്രഹം തുടങ്ങിയത്, ഫ്ലൈങ് ചെയ്യണമെന്നും തുടങ്ങിയത്. പരിശീലനത്തിന്റെ ഭാഗമായാണ് 7 മണിക്കൂർ വിമാനം പറത്തിയത്. ഇനി 200 മണിക്കൂർ പൂർത്തിയാക്കാനുണ്ട്. അതിനായുള്ള പരിശ്രമത്തിലാണ് ജുമാന. മോളുടെ വിദ്യാഭ്യാസ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ നിന്നെടുത്തിട്ടുണ്ട്. എങ്കിലും ഒരു ഉയർന്ന തസ്തികയിലേക്ക് അവൾ ഉദ്ദേശ തസ്തികയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ വലിയ എമൗണ്ട് വരും. അത് താങ്ങാൻ കഴിയില്ല എന്ന ഒരാശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ മോളുടെ താല്പര്യപ്രകാരം ഈ അവസ്ഥയിലേക്ക് എത്തിപ്പോയി. അതൊക്കെ ഒരു ദൈവാനുഗ്രഹം എന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പിന്നെ ഉമ്മാൻ്റെ ശക്തമായ പിന്തുണ ഉണ്ടായതോടുകൂടി എൻ്റെ സപ്പോർട്ടിങ് ഒന്ന് ശക്തമായി എന്ന് മാത്രം. അൽഹംദുലില്ലാ, മക്കള് പഠിച്ച് ഈ ഒരു തസ്തികയിൽ എത്തിപ്പെട്ടതിൽ സന്തോഷമുണ്ട്. പരമാവധി വിദ്യാഭ്യാസവും കാലോചിതമായ മുന്നേറ്റമൊക്കെ എല്ലാവരുടെ ഭാഗത്തു നിന്നും പ്രോത്സാഹിപ്പിക്കേണ്ടതാണല്ലോ. ആ രൂപത്തിൽ നമ്മളും പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടു. ഇൻഷാ അല്ലാഹ്. തന്റെയും സഹോദരങ്ങളുടെയും നേട്ടങ്ങൾക്ക് പിന്നിൽ മാതാപിതാക്കളുടെ ശക്തമായ പിന്തുണയാണെന്നും മറിയം ജുമാന പറഞ്ഞു. അത് നമുക്ക് ഫ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഫീലാണ്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഇപ്പം എപ്പോൾ ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും നമുക്ക്. നമ്മൾ ബോറടിച്ചിട്ടല്ല നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്, ഇഷ്ടത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നത്. താല്പര്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയത്. പാരൻസ് ഞാൻ ഉപ്പാനോട് പറഞ്ഞു പൈലറ്റ് ആവണമെന്ന്. അപ്പോൾ ഉപ്പ പറഞ്ഞു ഫിനാൻഷ്യലി നല്ല എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ടൊക്കെ പറ്റുമോ ചോദിച്ചിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് പറ്റൂല, നമുക്ക് ജസ്റ്റ് കാലൊന്ന് എടുത്തു വെച്ചാൽ പിന്നെ വഴികളൊക്കെ തുറന്നു വരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഉമ്മ സപ്പോർട്ടായിരുന്നു. പിന്നെ ഉമ്മ സപ്പോർട്ടായപ്പം ഉപ്പയും സപ്പോർട്ടായി. ഞങ്ങൾ 5 മക്കളാണ്. വലിയ ഏട്ടത്തി ഇപ്പം മാരേജ് കഴിഞ്ഞു. അപ്പം ഇപ്പം ഡിഗ്രി ഡിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നുണ്ട്. കല്യാണം കഴിച്ചപ്പം പഠിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഇപ്പം ചെയ്യുന്നുണ്ട് അവൾ ഡിഗ്രി. ദെൻ പിന്നെ ബ്രദറാണ്. ബ്രദർ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറായിട്ട്. പിന്നെ സിസ്റ്ററാണ്, അവൾ ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ചുകൊണ്ടിരിക്കുക MBBS. അവൾ നിക്കാഹൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനാണ്. പിന്നെ അനിയന് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അതെ. ഉപ്പ പള്ളിയിൽ ഉസ്താദാണ്. മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുക എന്നതാണ് മാതാപിതാക്കളുടെ ലക്ഷ്യം. വിദ്യാദാനം സർവ്വധനാൽ പ്രധാനമെന്നും ജുമാനയുടെ മാതാവ് ഉമൈ ഭാനു പറഞ്ഞു. അവൾ എന്നോട് ചോദിച്ച് എനിക്ക് പൈലറ്റ് ആവണം എന്നുള്ള ആ ഒരു ഉദ്ദേശം അവൾ മനസ്സിൽ വെച്ച് ഇങ്ങനെ കൊണ്ടെടുക്കായിരുന്നു. പിന്നെ അവളിനോട് പറഞ്ഞപ്പോൾ 10ാം ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് +2 കഴിയട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെ +2 കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് എല്ലാ പ്രയത്നത്തിലും അതിനു വേണ്ടി ഓടിപ്പാഞ്ഞ് അവളെ കാര്യങ്ങളൊക്കെ ഏകദേശം
സെറ്റായി ആ ഒരു കടമ്പ കടന്നിരിക്കുകയാണ്. അതിൽ 7 മണിക്കൂർ പറത്തി ഇനി ബാക്കിയുള്ളത് അവശേഷിക്കാണ്. ഇൻഷാ അല്ലാ അതും കീഴടക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ മറ്റു കുട്ടികൾക്കും മാതൃകയാണ്. എല്ലാവർക്കും വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നല്ലേ, അത് നമ്മൾ അറിവ് എപ്പോഴും നുകർന്നുകൊണ്ടേ ഇരിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ ഉയർച്ചകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ ജിതിൻ പി ദാസിനോടൊപ്പം സ്മൃതി, കേരള വിഷൻ.